ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രാത്രി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, എഴുന്നേറ്റ് നിസ്കരിക്കുക, രാത്രിയിൽ നിസ്കരിക്കുക. ഇല്ല ഖലീല, കുറച്ച് സമയം ഒഴികെ ബാക്കിയെല്ലാം. അപ്പോൾ കുറച്ച് ഉറങ്ങി ബാക്കി രാത്രി സമയം മുഴുവൻ നിസ്കരിക്കാൻ റസൂലുള്ളയോട് കൽപ്പിക്കുന്നു. എത്രയാണ്? നിസ്ബഹു, ഒന്നുകിൽ രാത്രിയുടെ പകുതി, ശരാശരി കൂട്ടിയാൽ ഒരു 6 മണിക്കൂർ. അവിൻകുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞോട്ടെ, ഒരു 5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഔസിദ് അലൈഹി, അല്ലെങ്കിൽ കുറച്ച് കൂടിക്കോട്ടെ, ഒരു 7 ആയാലും കുഴപ്പമില്ല. ഇനി ദീർഘിച്ച് നിസ്കരിക്കാന്ന് വിചാരിച്ച് സർവറാന്ന് ഓതി പോകണ്ട. വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ സാവകാശക്രമത്തിൽ നിർത്തി നിർത്തി പാരായണം ചെയ്യുക. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഇത്ര ദീർഘമായി രാത്രി നിസ്കരിച്ച് എന്തിനാണ് നിങ്ങളെ പരിപക്വമാക്കി തീർക്കുന്നത്? ഭാരമേറിയ ഒരു വചനം നിങ്ങളിലേക്ക് നാം വഴിയെ ഇട്ടു തരുന്നതാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിന്റെ ഭാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും അള്ളാഹു നൽകുന്ന ദൗത്യത്തിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുക്കുകയുമാണ്. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, രാത്രിയിൽ ഇങ്ങനെ ദീർഘമായി നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം, പകലിൽ നിനക്ക് നീണ്ട നീണ്ട ജോലികൾ ഉണ്ടാകും. നമ്മളെന്താ പറയാ, രാത്രി നിസ്കരിച്ചാൽ പിന്നെ പകലും വല്ല ജോലിയും ചെയ്യാൻ കഴിയുമോ? പകല് ജോലി ഉള്ളത് കൊണ്ടാണ് പകല് ദീർഘമായിട്ട് നിസ്കരിക്കണ്ട, ജോലിക്കൊക്കെ പോയി കുറച്ച് നിസ്കരിച്ചാൽ മതി, ഫർളൊക്കെ നിസ്കരിച്ചാൽ മതി, രാത്രി ദീർഘമായി നിസ്കരിക്കണം എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോ 8:50 തുടങ്ങി 9:50 അവസാനിപ്പിച്ചു, ഇടക്ക് നിർത്തി സാവകാശത്തിൽ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് നിസ്കരിച്ചത്. എന്നാൽ തന്നെ നമുക്ക് തോന്നും, ഓ എന്തല്ലേ നമ്മളെയൊക്കെ നിസ്കാരം 1 മണിക്കൂർ എന്ന് വിചാരിക്കും. ചില ആളുകൾ വിചാരിക്കും, ഇനെ നബിയല്ലേ, നബിക്ക് അല്ലാഹു പല പ്രത്യേക കഴിവും കൊടുത്തല്ലേ, നമ്മക്കതൊന്നുമില്ലാലോ എന്ന് പറയും. എന്നാൽ ഇതേ സൂറത്തിന്റെ അവസാനത്തിൽ കാണാം, റസൂല് മാത്രല്ല സഹാബത്തും നബിയുടെ കൂടെ നിസ്കരിച്ചിരുന്നു. ആ കേട്ടോളൂ, ആയത്ത് കേട്ടോളൂ. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനൽ ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ അലിമ അൻ ലൻ തുഹ്സൂഹു ഫതാബ അലൈക്കും ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ അലിമ അൻ സയകൂനു മിൻകും മർളാ വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാ വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാ ഫഖറഊ മാ തയസ്സറ മിൻഹു വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ. എന്താ പറഞ്ഞത്? ഇന്ന റബ്ബക യഅലമു, തീർച്ചയായും നിന്റെ റബ്ബ് മനസ്സിലാക്കുന്നുണ്ട്. അന്നക തഖൂമു, നീ നിന്ന് നിസ്കരിക്കുന്നു. അദ്നാ മിൻ സുലുസയിൽ ലൈലി, രാത്രിയുടെ 2/3 സമയം. രാത്രിയെ 12നെ 3 ആക്കിയ 3 4 12, 4 മണിക്കൂർ. അപ്പൊ 2/3 പറഞ്ഞ എത്രയായി? 8 മണിക്കൂർ. 8 മണിക്കൂറിനോടടുത്ത് നീയും വതായിഫത്തും മിനൽ ലദീന മഅക, നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും. അതാരാ? മലക്കുകളാ? ജിന്നുകളാ? അല്ല, സഹാബികള്. അപ്പൊ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ പറയാം, അവർക്കൊന്നൊരു പണി ഉണ്ടാവില്ലെന്നേ, അവരെല്ലാം നിസ്കരിക്കാനായിട്ട് പഠിച്ചല്ലേ. ആണോ? സഹാബികൾക്ക് പണിയൊന്നുമില്ല. എല്ലാം നമ്മളെപ്പോലെ തന്നെ തോട്ടം നനക്കുന്നവരുണ്ടവിടെ, ആട് നോക്കുന്നവരുണ്ടവിടെ, ഒട്ടകത്തെ മേക്കുന്നവരുണ്ടവിടെ, ഇരുമ്പ് പണിയെടുക്കുന്നവരുണ്ടവിടെ, ആശാരിപ്പണി എടുക്കുന്നവരുണ്ടവിടെ, എല്ലാ തരം ജോലിക്കാരുണ്ട്. അക്ക റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ട് സഹാബത്ത്. പകല് ജോലിക്ക് പോകുന്നവരെന്നെ അവരൊക്കെ. അവര് റസൂലുള്ളാഹിന്റെ കൂടെ എത്ര നിസ്കരിക്കുന്നു? എത്രയാ?
8 മണിക്കൂറിനോടടുത്ത്. അതിനാമിൻ സുലുസൈൽ ലൈലി വനിസ്ബഹു, അല്ലെങ്കിൽ രാത്രിയുടെ പകുതി. അപ്പൊ എത്രയാ? 6. ഉണ്ടോ? അപ്പൊ ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാമിൻ സുലുസൈൽ ലൈലി വനിസ്ബഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക വസുലുസഹു, അല്ലെങ്കിൽ രാത്രിയുടെ 1/3. അപ്പൊ എത്രയാ? 4 മണിക്കൂർ. ഉണ്ടോ? പിന്നെ അള്ളാഹു പറയാണ് ഇത്ര ദീർഘായങ്ങൾ നിസ്കരിക്കണം എന്നില്ല. നമ്മൾ രക്ഷപ്പെട്ട കൊണ്ടാണ്, അതുകൊണ്ടപ്പോ 1 മണിക്കൂറിൽ ഒതുക്കാൻ കഴിഞ്ഞ്. വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ, രാത്രിയും പകലും കണക്കാക്കുന്നത് അള്ളാഹുവാണ്. ഫഖറഉ മാ തയസ്സറ മിൻഹു, അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടത് ഓതി നിസ്കരിച്ചു കൊള്ളുക. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ റെഡിയായി കിട്ടി. കാരണം അള്ളാഹു പറയുന്നുണ്ട് ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ അലിമ അൻ സയകൂനു മിൻകും മർള, കാരണം അള്ളാഹുവിനറിയാം നിങ്ങളിൽ രോഗികൾ ഉണ്ടാകും. വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാഹ്, അള്ളാഹുവിന്റെ കനിവിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ട് ഉപജീവന മാർഗം തേടിക്കൊണ്ട് യാത്ര ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. വാഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വേറെ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഫഖറഉ മാ തയസ്സറ മിൻഹു, ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നിങ്ങൾ നിസ്കരിച്ചാൽ മതി. ഈ ഒരളവ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മളെ 3/4 മണിക്കൂർ ന്യായീകരിക്കപ്പെടുന്നത്. ഇതെന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമുക്കൊരു അമിതമായ ഒരു ആത്മബോധവും ഞാനൊക്കെ ഇപ്പൊ എന്താ 5 വഖത്തും പുറമെ 1 മണിക്കൂർ തറാവിയും. നമ്മളൊക്കെ എവിടെയാ കൂട്ടരെ? സഹാബികളുമായൊക്കെ തട്ടിച്ചു നോക്കുമ്പോ നമ്മൾ എവിടെയാണ്? പകലന്തിയോളം ജോലി ചെയ്ത മനുഷ്യന്മാര് ഇങ്ങനത്തെ ഫാനോ, ഇപ്പൊക്കെ പലയിടത്തും AC ആണ്, ആളുകൾ ഇന്ന് ഉറങ്ങിപ്പോക AC-ല്. അങ്ങനത്തെ സൗകര്യത്തിൽ നമ്മൾ നിസ്കരിക്കണത്. അവരെങ്ങനെയാ നിസ്കരിച്ചത്? ഈന്തപ്പന മട്ടലിന്റെ അതൊക്കെ ഒരു ചെറിയ കൂര, മഴ ചെയ്താൽ നിലത്ത് വെള്ളത്ത് സുജൂദ് ചെയ്തിട്ട് നെറ്റിമലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും. അപ്പൊ അവരൊക്കെ സുഹൃത്തുക്കളെ ദീർഘമായി നിസ്കരിച്ചിരുന്നു. അവിടെ നമ്മളീ നിസ്കാരം വലിയ നിസ്കാരാന്ന് ആരും വിചാരിക്കണ്ട എന്ന നിലക്ക് ഞാൻ പറഞ്ഞതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘമായി നിസ്കരിച്ചിരുന്ന സ്ഥലമാണ് വാഴക്കാട്. MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് റഹിമഹുല്ലാ. ഞാൻ അവിടെ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് സുഖമില്ലാത്ത കാലത്ത് റമദാൻ സ്പെഷ്യൽ ഇമാമായി പോയി. നമ്മൾ 1 മണിക്കൂറിനെ വലിയത് വെച്ച് പോവല്ലേ, അവിടെ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നിസ്കരിച്ച് ശീലിച്ച മനുഷ്യന്മാരെ എന്തെന്ന് 1 മണിക്കൂറായി പോയി എന്നാ ചോദിക്കുക. മാത്രല്ല അദ്ദേഹം അവിടെ എഴുതി വെക്കും, ഈ ഓത്ത് മാത്രല്ല റുക്കൂഉം സുജൂദും ഇഅ്തിദാലും ഒക്കെ ദീർഘിപ്പിക്കും. കാരണം റസൂലുള്ളാഹിന്റെ നിസ്കാരം അങ്ങനെയാണ്. അതിന് കേട്ടങ്ങൾ വേറെ ഞെട്ടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൈമൂന റളിയല്ലാഹുവിന്റെ അടുത്ത് വിരുന്നു പോയി. മൈമൂന റളിയല്ലാഹു നബിന്റെ ഭാര്യയാണ്. രാത്രി നബി എണീറ്റ് നിസ്കരിച്ചപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു? എണീറ്റ് നിസ്കരിച്ചു. നിന്ന് അൽബക്കറ കഴിഞ്ഞു, ആലി ഇംറാൻ കഴിഞ്ഞു, ഇരിക്കണോന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കാലിൽ നീര് കെട്ടിയിരുന്നു. കേട്ടിട്ടില്ലേ? നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട്. അപ്പൊ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് കനിവ് തോന്നി, നബിയെ കഴിഞ്ഞു പോയ പാപങ്ങളും ചെയ്തു പോയ പാപങ്ങളും ചെയ്യാതെ വിട്ട പാപങ്ങളും എല്ലാം നിങ്ങൾക്ക് അല്ലാഹു മാപ്പാക്കി തന്നിട്ടില്ലേ, എന്തിനാണ് ഇത്ര ക്ലേശിക്കുന്നത്? എന്താ റസൂലുള്ളാഹിന്റെ മറുപടി? ഭർത്താവിനോട് സഹതാപം തോന്നിയ ഭാര്യയോട് മുതുകത്തൊന്ന് കൊട്ടി, എന്റെ കാര്യം നീയെങ്കിലും നോക്കാനുണ്ടല്ലോ എന്ന് പറയാ ചെയ്ത്. അല്ല, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുന്നൊരടിമയാകാൻ എനിക്ക് ആഗ്രഹിച്ചുകൂടെ ആയിഷ? എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ? എനിക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് ഇതൊന്നും പോരാ, ഇതിനേക്കാൾ ഏറെ ഞാൻ ചെയ്യേണ്ടതാണ് എന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പോഴും സഹാബികളുമായൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ വളരെ പിറകിലാണ്. നമ്മൾ ഇവിടുത്തെ അലവലാതി നിസ്കരിക്കാത്ത ആളുകളേറ്റോ ഓനക്കാളൊക്കെ എത്ര മെച്ചാ ഞാൻ, അവരൊന്നും തീരെ തറാവി നിസ്കരിക്കില്ല, നിസ്കരിച്ച് ഒറ്റ വിടല, അതൊന്നല്ലല്ലോ ഞാൻ തറാവി നിസ്കരിക്കില്ലേ, അങ്ങനെ കമ്പയർ ചെയ്യുമ്പോ നമുക്കൊരു സമാധാനം തോന്നും. പക്ഷേ ആ കമ്പാരിസൺ എവിടെയാ? നിങ്ങള് ദുനിയാവിന്റെ കാര്യത്തിലാ. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്കാ നോക്കേണ്ടത്. അത് നമ്മളോട്ട് നോക്കൂല. അപ്പൊ നമ്മൾ മേപ്പിട്ട് നോക്കും, ഓന്റെ കാറ് കണ്ടില്ലേ, ഓന്റെ വീട് കണ്ടില്ലേ, ഓന്റെ മതില് കണ്ടില്ലേ, നമ്മക്ക് അല്ലാഹു എന്താ തന്നത്. അതിന്റെ അപ്പുറത്തുണ്ട് കാലില്ലാത്തോണ്ട്, കൈയില്ലാത്തോണ്ട്, രോഗിയായി കിടക്കണോണ്ട്,
ഒരു നേരം ഭക്ഷണത്തിനില്ലാത്തവരുണ്ട്, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവനുണ്ട്, കിടപ്പാടമില്ലാത്തവനുണ്ട്, വാടക കൊടുക്കാൻ കഴിയാത്തവനുണ്ട്, നിത്യരോഗികളുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹു എനിക്ക് എന്തെല്ലാം അനുഗ്രഹം ചെയ്തു. എനിക്ക് രോഗമില്ലല്ലോ, എനിക്കും എൻ്റെ കുട്ടികളെ ആശുപത്രിയിലല്ലോ, നമുക്ക് കിടക്കാനൊരു കൂരയുണ്ടല്ലോ. അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ താഴോട്ട് നോക്കണം. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗകക്കും, നിങ്ങളെക്കാൾ മീതെയുള്ളവരിലേക്ക് നോക്കരുത് എന്നാ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞതിന് കാരണം പറഞ്ഞറിയോ? ഹുവ അജ്ദറു, അതാണ് ഏറ്റവും യോജിച്ചത്. അല്ലാ തസ്ദറു, നിങ്ങൾ നിസാരമായി കാണാതിരിക്കുവാൻ. നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്ത നിഅമത്തുകൾ നിസാരമായി കാണാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത്, ഏറ്റവും യോജിച്ച അതാണ്. മേപ്പിട്ട് നോക്കിയാൽ നമുക്ക് തോന്നുകയായി നമുക്കൊന്നും അല്ല ഒന്നും തന്നില്ല. അയാൾക്ക് എന്തെല്ലാം കൊടുത്തു, അയാളെ ബംഗ്ലാവ് കണ്ടില്ലേ, അയാളെ വീട് കണ്ടില്ലേ, അയാളെ റോഡ് കണ്ടില്ലേ, അല്ലാഹുവേ എനിക്ക് അത് തന്നില്ലല്ലോ, ഇത് തന്നില്ലല്ലോ, മറ്റേ തന്നില്ലല്ലോ. എന്തുകൊണ്ടാ? മേപ്പിട്ട് നോക്കിയിട്ട്. താഴോട്ട് നോക്കിയാലോ? അതേ സമയത്ത് ദീനിന്റെ കാര്യത്തിൽ എന്താ വേണ്ടത്? ഇവിടെ തലവലാദിനെ നോക്കിയിട്ട് ഓനേക്കാൾ മെച്ചാന്ന് പറയല, അല്ല. സഹാബികളെ പോലെ അല്ലെങ്കിൽ സലഫുകളെ പോലെ നബിയെപ്പോലെ അങ്ങനെയാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം രാത്രി നിസ്കാരം നബിക്ക് നിർബന്ധമായിരുന്നു, ഫർളുകൾക്ക് പുറമെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് രാത്രി 11 നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പകലിൽ നബി 12 നിസ്കരിക്കും. എന്താ 12? വിത്ർ രാത്രിയുള്ളൂ, അപ്പൊ ഒറ്റയാക്കാൻ പറ്റൂല. അപ്പൊ എത്രയാകും? 12 ഖളാ ആയിട്ട് പകൽ നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോ റമദാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇനിയിപ്പോ തറാവി വരണേ 11 മാസം കഴിയണം, അല്ല എന്നുള്ളതാ. ഇത് റമദാനിൽ മാത്രമുള്ളതാ? അല്ല, ഇത് എല്ലാ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തും മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ട് എടുത്തു പറഞ്ഞ കാര്യ രാത്രി നിസ്കാരം. നമ്മൾ പഠിച്ചിട്ടില്ലേ ഇബാദുർ റഹ്മാന്റെ സ്വഭാവം അല്ലേ? അതിലെന്താ പറഞ്ഞേ? രണ്ടാമത്തെ ആയത്തിന്റെ എന്താ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. പിന്നെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. കണ്ടോ? അല്ലാഹുവിന്റെ അടിമകൾ അവർ വിനയത്തോടെ ഭൂമിയിൽ നടക്കുന്നവരാണ്. ജാഹിലീങ്ങൾ അവരോട് സംസാരിച്ചാൽ സമാധാനപരമായ വാക്ക് മറുപടി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ ശേഷം അവർ രാത്രിയിൽ സുജൂദ് ചെയ്യുന്നവരായി, നിന്ന് നിസ്കരിക്കുന്നവരായി രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്. അപ്പൊ റസൂലിന്റെ കാലത്തെ സഹാബികളുടെ സ്വഭാവം മാത്രമല്ല, കാലാകാലങ്ങളിലുള്ള മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് എന്ത്? രാത്രി നിസ്കാരം. ഇനി കേട്ടോ, സൂറത്ത് സജദ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വങ്ങൾ രാത്രി സമയങ്ങളിൽ കിടപ്പറ വിട്ടകലുന്നതാണ്. ആളുകൾ ഉറങ്ങുമ്പോൾ ഫാനൊക്കെ ഓഫാക്കി എണീറ്റ് ഒന്നുവെടുത്ത് അവർ ഒറ്റക്ക് നിസ്കരിക്കും. കണ്ടോ? തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. ഖൗഫൻ വതമഅ, പ്രാർത്ഥനയിൽ 2 വികാരം ഉണ്ടാകേണ്ടത്. ഒന്ന് അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി, മറ്റൊന്ന് അവന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള മോഹം. ഇത് രണ്ടും നമുക്കുണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാലത്തുമുള്ള മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണെന്ത്? രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാ കാലത്തുണ്ട്. ഇശാ നിസ്കരിച്ചിട്ട് സുബഹിന്റെ മുമ്പായിട്ട് ചുരുങ്ങിയത് 1, കൂടിയാൽ എത്രയാവാ? മനസ്സിലായില്ലേ? നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചിലർ പറഞ്ഞു, റസൂലെ ഞങ്ങൾക്ക് രാത്രി കിടന്ന അത്താഴ സമയത്ത് എണീക്കാൻ കഴിയും തോന്നല്ലോ, എന്താ ചെയ്യണ്ടത്? നിങ്ങൾ കിടക്കുമ്പോൾ നിസ്കരിച്ചോ. കിടക്കാൻ വേണ്ടി നമ്മൾ ഒന്നെടുക്കൂലേ? അപ്പൊ ഒരു 3 റക്അത്ത് അല്ലെങ്കിൽ ഒരു 5 റക്അത്ത് എത്രയാണോ എന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് പതിവാക്കുക. റമളാനിലെ പോലെ എല്ലാ ദിവസവും 11 നിസ്കരിക്കാൻ, ദീർഘമായി നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല. അതിൽ ആളുകൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഉന്മേഷത്തിന് കുറവുണ്ടാവും, തഖ്വയിൽ കുറവുണ്ടാവും, അല്ലേ? ഓതാനറിയാത്തവരുണ്ടാകും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ പതിവാക്കാൻ കഴിയുക അത് നമ്മൾ നിത്യവും നിസ്കരിക്കാം. അപ്പോ റമളാൻ കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽക്ക് ഒന്നുകിൽ ഇശാക്ക് ശേഷം, അല്ലെങ്കിൽ രാത്രി എണീറ്റിട്ട്, അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് 1 മണിക്കൂർ മുമ്പ് എണീക്കുക, അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് എണീക്കുക, എന്നിട്ട് കുളിച്ച് വിത്ർ നിസ്കരിക്കുക. മനസ്സിലായില്ലേ? അത് നമ്മൾ ശീലമാക്കണം. നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ.
അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുള്ള എത്ര നല്ല വ്യക്തിയാണ്, അദ്ദേഹം രാത്രി നമസ്കരിച്ചിരുന്നെങ്കിൽ. കണ്ടോ? അപ്പോ അത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അതിനുശേഷം ദീർഘമായി നിസ്കരിച്ചിരുന്നുവെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മകനും മരുമകളും കിടന്നിറങ്ങുന്നിടത്ത് അലി ബിൻ അബി താലിബും ഫാത്തിമ ബീവിയും കിടന്നിറങ്ങുന്ന റൂമിൽ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടി വിളിക്കുകയാണ് അത്തായ സമയത്ത്, നോമ്പിനല്ല. അലാ തുസല്ലിയാനി, മക്കളെ ഞങ്ങൾ രണ്ടാളും തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലേ? മാത്രല്ല ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കൊടഞ്ഞ് രാത്രി തഹജ്ജുദിന് എണീപ്പിക്കുന്ന ഭാര്യയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ, ഭർത്താവിനും ആവേശമുണ്ട്, ഓൾക്ക് ആവേശം, അവൾക്ക് ക്ഷീണാണ്. ഫാത്തിമ ഒന്ന് എണീക്ക്, നിങ്ങളൊന്നും ഉണ്ടാന്നാണ്, ഒന്ന് എണീക്ക്. വീണ്ടും വെള്ളം തെളിച്ച് അങ്ങനെ മെല്ലെ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെയും വെള്ളം തെളിച്ച് അങ്ങനെ അവളെ വിളിച്ചുണർത്തി. അങ്ങനെ ചെയ്യുന്ന ഭർത്താവിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ ഹദീസുണ്ട്. അപ്പൊ രാത്രി നിസ്കാരത്തിന് അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ പതിവാക്കണം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അത് ഫർളാണെന്ന. പക്ഷെ ശരിയായ അഭിപ്രായം അത് ഫർളല്ല, ഫർളിനോടടുത്ത മുഅക്കദായ സുന്നത്താണ്, സുന്ന മുഅക്കദയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പെരുന്നാൾ തുടങ്ങുന്നതോടുകൂടി പൂട്ടിവെച്ച് അടുത്ത റമദാന് തുറക്കാനുള്ളതല്ല തറാവീഹ്. തറാവീഹ് എന്ന പേര് പിൽക്കാലത്തുണ്ടായതാണ്. തർവീഹത്തിന്റെ ജംആണ് തറാവീഹ്. വിശ്രമം എന്നാണ് അർത്ഥം. ദീർഘമായി നിസ്കരിക്കുമ്പോൾ ഇടക്ക് 4 റക്അത്ത് കഴിഞ്ഞാൽ വിശ്രമിക്കും. നമ്മൾ വളരെ കുറച്ച് നിസ്കരിച്ചിട്ടും 2 റക്അത്ത് ചെയ്യുന്നത് ഒരു 4 മിനിറ്റ് 3 മിനിറ്റ് വിശ്രമം എടുക്കും. നമ്മൾ ദുർബലന്മാരാണ്, മാനസികമായും ശാരീരികമായും ഈമാനികമായും ഒക്കെ ദുർബലന്മാരാണ് നമ്മൾ. എന്നാലും അൽഹംദുലില്ലാഹ് നമുക്കതെങ്കിലും നിലനിർത്താം. അപ്പൊ ഇതിനേക്കാൾ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. മനസ്സിലായില്ലേ? ഒന്നുള്ളത് അടുത്ത കൊല്ലം 1.25 ആക്കുക, 1.5 ആക്കുക, അങ്ങനെ നമ്മൾ ദീർഘിപ്പിക്കുക. നമ്മൾ ദീർഘമായി നിന്ന് നിസ്കരിച്ച് ഈ നിസ്കാരം ശീലിക്കുക. നമ്മളെ ഭാര്യയും മക്കളെയും ഒക്കെ ഇതിന് പ്രേരിപ്പിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ ഇബാദത്തെടുത്ത് അവനുമായി കൂടുതൽ അടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം.